ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്യൂസ് ആണ്. സ്വദേശ് മെഗാ ക്യൂസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരള ചരിത്രവും നവോത്ഥാനവും എന്ന ഭാഗത്ത് നിന്ന് കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, സാമൂഹിക നവോത്ഥാനം, നവോത്ഥാന നായകന്മാർ ഇവരൊക്കെ കുറിച്ച് സ്വദേശ് മെഗാ ക്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് നോക്കാം. സ്വദേശ് മെഗാ ക്യൂസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിരിക്കുന്നത് സിലബസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ സിലബസ് അനുസരിച്ച് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായും കാണേണ്ടതാണ്. കാരണം ആ വീഡിയോസൊക്കെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോസാണ്. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ അതും കൂടെ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടെ ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയ്ക്ക് ഒരു ഹൈപ്പും നൽകാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏതാണ്? ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് ഏതാണ്? ഉത്തരം പഴശ്ശി യുദ്ധമാണ്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് പഴശ്ശി യുദ്ധം. അടുത്ത ചോദ്യം: രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച കുറിച്യ നേതാവ് ആരാണ്? രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച കുറിച്യ നേതാവ് ആരാണ്? ഉത്തരം വരുന്നത് തലയ്ക്കൽ ചന്തു. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജയെ സഹായിച്ച കുറിച്യ നേതാവാണ് തലയ്ക്കൽ ചന്തു. അടുത്ത ചോദ്യം: വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എന്നാണ്? വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എന്നാണ്? ഉത്തരം 1809 ജനുവരി 11. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11. അടുത്ത ചോദ്യം: കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം നോക്കൂ. ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ഉത്തരം വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അടുത്തത്: അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരം. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരം ഏതാണ്? ഉത്തരം പുന്നപ്ര വയലാർ സമരം. ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ഏത് വർഷമാണ്? 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. ഇത് അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം: പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ ഏതാണ്? പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവൽ ഏതാണ്? ഉത്തരം തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപിള്ള രചിച്ച നോവലാണ് തലയോട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭം ഏതാണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭം ഏതാണ്? ഉത്തരം നോക്കൂ. വൈക്കം സത്യാഗ്രഹമാണ്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്തിനാണ് വൈക്കം സത്യാഗ്രഹം നടത്തിയത്?
വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജിയാണ്. ആരാണ്? ഗാന്ധിജിയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ്? കെ കേളപ്പനാണ്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പനായിരുന്നു. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജി. യെസ്, ഇനി അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എല്ലാവർക്കും അറിയാലോ. ഉത്തരം ഗസിയു. യെസ്, ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ച വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ച വർഷം ഏതാണ്? ഉത്തരം 1903. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ച വർഷം 1903. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ഉത്തരം വരുന്നത് ശ്രീനാരായണ ഗുരു. ഓക്കെ, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം എന്താണ്? ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്നാണ് ജി ശങ്കരക്കുറുപ്പ് വിശേഷിപ്പിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം വരുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദളിതർക്ക് പൊതുനിരത്തിൽ കൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്?
ദളിതർക്ക് പൊതുനിരത്തിൽ കൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം വരുന്നത് അയ്യങ്കാളിയാണ്. ദളിതർക്ക് പൊതുനിരത്തിൽ കൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഓക്കെ ആണല്ലോ? യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജൻ ആരാണ്? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജൻ ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജനാണ് അയ്യങ്കാളി. ഓക്കെ അല്ലേ? യെസ്, അടുത്ത ചോദ്യം. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ ആരാണ്? തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം നോക്കൂ, ചട്ടമ്പി സ്വാമികൾ. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ. യെസ്, അടുത്ത ചോദ്യം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ, പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. അടുത്ത ചോദ്യം നോക്കാം. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? ഉത്തരം വരുന്നത് വിവേകാനന്ദൻ. ആരാണ്? വിവേകാനന്ദനാണ് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ഓക്കെ ആണല്ലോ? യെസ്, അടുത്ത ചോദ്യം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ അല്ലേ? യെസ്, അടുത്ത ചോദ്യം. കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആരാണ്? കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം നോക്കാം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ് കേരള മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പനാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം. അരയ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? അരയ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം നോക്കിക്കോളൂ, പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. അരയ സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം പ്രധാനപ്പെട്ടവയാണ്. എല്ലാവരും എല്ലാ ചോദ്യങ്ങളും നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ തരാം. ആരൊക്കെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അറിയാത്തവർ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.